ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയാൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി. വിഷയത്തിൽ ഓഗസ്റ്റ് 12-ന് കോടതി വിശദമായ വാദം കേൾക്കും. ആർ അച്യുതൻ ചേരുന്നു ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇക്കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധവും അങ്ങനെ കഴിഞ്ഞ ദിവസമൊക്കെ സഭ കണ്ടതാണത്. സുപ്രീം കോടതിയുടെ ഈ ഒരു ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഇടപെടുമെന്ന സുപ്രീം കോടതിയുടെ ഒരു വാദം കേൾക്കുന്നതിന് മുൻപായിട്ടുള്ള ഒരു ഇടപെടലും ആ ഉത്തരവെന്നതിന് പറയാൻ കഴിയില്ല, ഒരു നിരീക്ഷണത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ്. ആ പരാമർശം വലിയ ആശ്വാസമാകുന്നുണ്ട് എന്ന് വേണം കരുതാനല്ലേ? ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒരു കൂട്ടം ഹർജികളാണ് നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. അതിൽ കഴിഞ്ഞ തവണ ഈ ഹർജികൾ പരിഗണിച്ച കോടതി നിലവിലെ കരട് പട്ടികയിൽ ഇടപെടാൻ വിസമ്മതം അറിയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആധാറും അതുപോലെ വോട്ടർ ഐഡിയും രേഖകളായി പരിഗണിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പിന്നെ ഇതുവരെയും ഒരു ഇടക്കാല ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചില്ല. അതുകൊണ്ടാണ് നിലവിലെ ഈ ഹർജികളിൽ ഒരു വിശദമായ വാദം കേൾക്കാനായി സുപ്രീം കോടതി ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 12-നായിരിക്കും ഈ വിഷയങ്ങളിൽ വിശദമായ വാദം കേൾക്കുക. 12, 13 തീയതികളിലായി വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും ഒരു ഇടക്കാല ഉത്തരവോ അല്ലെങ്കിൽ ഒരു സുപ്രീം കോടതിയുടെ ഇടപെടലോ ഈ വിഷയത്തിൽ ഉണ്ടാവുക. വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയാൽ ആ വിഷയത്തിൽ ഇടപെടും എന്നാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. വിജ്ഞാപനത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ ഇടപെടും. കരട് പട്ടികയിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടി സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഒരു ഉത്തരവിലേക്കോ അല്ലെങ്കിൽ ഒരു ഇടപെടലിലേക്കോ സുപ്രീം കോടതി കടക്കുന്നില്ല. വിശദമായ വാദം കേട്ടതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഉചിതമായ ഒരു തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. വോട്ടർമാരെ കൂട്ടമായി ഒഴിവാക്കിയാൽ ഇടപെടും എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. വിഷയത്തിൽ ഓഗസ്റ്റ് 12-ന് കോടതി വിശദമായ വാദം കേൾക്കും. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.